നിങ്ങൾ സ്പിൻ ചെയ്യേണ്ട, സ്ക്രാച്ച് ചെയ്യേണ്ട, വർക്ക് ചെയ്യേണ്ട, ടാസ്ക് കംപ്ലീറ്റ് ആക്കണ്ട, ഒരു സർവേ പോലും കംപ്ലീറ്റ് ആക്കണ്ട. എന്തിനാ അങ്ങനത്തെ ഒരു ഓപ്ഷൻസ് പോലും ഈ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആയിട്ടില്ല. വെറുതെ കയറുക, കുറച്ച് സംഭവം ചെയ്യുക, വിഡ്രോ ചെയ്യുക, ഇൻസ്റ്റന്റ് പേയ്മെന്റ്. സംഭവം ഇത്രേ ഉള്ളൂ. എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ തന്നെയാണിത്. സോ മാക്സിമം എല്ലാവർക്കും ഷെയർ ആക്കാൻ നോക്കുക. കിഡിലൻ എന്ന് പറഞ്ഞാൽ കിഡിലൻ ഓഫറാണ്, ലിമിറ്റഡ് ടൈം ലൂട്ടാണ്, എപ്പോൾ വേണമെങ്കിലും ഓവർ ആവാം. അങ്ങനെ ഒരു കുഴപ്പം കൂടെ ഉണ്ട്. സോ മാക്സിമം കാണുമ്പോൾ തന്നെ നിങ്ങൾ മാക്സിമം ലൂട്ട് ചെയ്ത് മാക്സിമം ഏണിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ നോക്കുക കേട്ടോ. ലൈവായിട്ട് ഏൺ ചെയ്ത് വിഡ്രോ ചെയ്ത് കാണിച്ചു തരുന്നുണ്ട്. ഇൻസ്റ്റന്റ് പേയ്മെന്റ് ആണ്. അങ്ങനത്തെ ഒരു ആപ്ലിക്കേഷനാണ്. ആരും തന്നെ മിസ്സാക്കണ്ട. കുറേ പേർക്ക്, അതായത് ഈ വീഡിയോ കാണുന്ന ഒരു 90% പേർക്കും അറിയാത്തൊരു ആപ്ലിക്കേഷനും കൂടെ ആയിരിക്കും. സോ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് വേറെ ട്രിക്ക് യൂസ് ചെയ്യേണ്ട, ഒരുപാട് നമ്പറോ അങ്ങനത്തെ ക്ലോണിങ് ആപ്ലിക്കേഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട. വളരെ സിമ്പിളായിട്ട് ഏൺ ചെയ്ത് വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ പതിവ് പോലെ തന്നെ വീഡിയോയുടെ താഴെ കൊടുത്തേക്കാം. ലിങ്ക് ക്ലിക്ക് ചെയ്ത് ആപ്ലിക്കേഷൻ പോയി ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ ആപ്ലിക്കേഷൻ്റെ പേര് വരുന്നത് നമ്മുടെ ഫ്ലിപ്കാർട്ടിൻ്റെ ഒരു UPI ആപ്ലിക്കേഷനാണ്. ഓക്കെ, ഫ്ലിപ്കാർട്ട് പുതിയതായിട്ട് പേടിഎം ഫോൺ പേ ഒക്കെ പോലെ തന്നെ ഒരു ആപ്ലിക്കേഷൻ ഇറക്കി. അതാണ് സൂപ്പർ മണി UPI ബൈ ഫ്ലിപ്കാർട്ട് എന്നാണ്. ഓക്കെ, അപ്പോൾ ഫ്ലിപ്കാർട്ടിൻ്റെ ആപ്ലിക്കേഷനാണ്, വേറെ സീനൊന്നുമില്ല. ഇൻസ്റ്റാൾ ചെയ്യുക, ഓപ്പൺ ചെയ്യുക, നിങ്ങളുടെ ബാങ്കായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന നമ്പർ വെച്ച് ജസ്റ്റ് ഒന്ന് സൈൻ അപ്പ് ചെയ്യുക. നമ്പറും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതായത് നമ്മുടെ പേടിഎമ്മിൻ്റെ ഫോൺ പേക്ക് എങ്ങനെ ലോഗിൻ ചെയ്യുന്നോ സെയിം പ്രോസസ്സിലൂടെ നിങ്ങൾ ലോഗിൻ ചെയ്യുക. അപ്പം നമ്മൾ SMS ഫോൺ, അതായത് നമ്മുടെ ഫോണിലുണ്ടായിരിക്കണം ആ സിമ്മ്. അതുപോലെ തന്നെ സിമ്മ് ബാങ്കായിട്ട് കണക്റ്റ് ആയിരിക്കണം. ഓക്കെ, നിങ്ങൾക്ക് എങ്ങോട്ടാണ് പേയ്മെൻറ്റ് കിട്ടേണ്ടത് ആ ബാങ്ക് നിങ്ങൾ കണക്റ്റ് ആക്കിയിരിക്കണം. അതിനുശേഷം ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരുന്നതായിരിക്കും. നിങ്ങൾക്കോട്ട് ലിങ്ക് ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. നിങ്ങളുടെ ബാങ്ക് ഏതാണോ അതും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇതൊന്നും ഞാൻ കാണിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം നമ്മൾ നമ്മളെ UPI ആപ്സിൽ, പേടിഎം പോലുള്ള ആപ്സിലേക്ക് എങ്ങനെയാണ് ലോഗിൻ ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതാണ് ആപ്ലിക്കേഷൻ ഇൻ്റർഫേസ്. നമുക്കവിടെ ടാപ്പ് ടു സ്കാൻ എന്ന് പറയുന്ന സംഭവം കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നോട്ടീസ് ബോർഡിൽ നമുക്കവിടെ കാണാൻ സാധിക്കും ഓൺ ഓൾ UPI മെർച്ചൻ്റ് ട്രാൻസാക്ഷൻ ഗെറ്റ് അപ് ടു 5% ക്യാഷ് ബാക്ക് എന്ന് പറഞ്ഞൊരു സംഭവം അവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് മെർച്ചൻ്റ് പേയ്മെൻറ്റിൽ നമ്മൾ എത്രയാണോ കൊടുക്കുന്നത് അതിൻ്റെ 5% നമുക്ക് തരൂ എന്നാണ് അവർ പറയുന്നത്. ഇന്ന് രാവിലെയാണ് ഈ ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ആയത്. സോ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഇതിന് മുമ്പെന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര രൂപ അയച്ചാലും ഒരു 4-5 രൂപയൊക്കെ കിട്ടുള്ളായിരുന്നു. പക്ഷെ ഇനി തൊട്ട് അങ്ങനെ അല്ലെന്നാണ് അവർ പറയുന്നത്. നമ്മൾ എത്രയാണോ നമ്മൾ അയച്ചു കൊടുത്തത് അതിൻ്റെ 5% നമുക്ക് കിട്ടുന്നതായിരിക്കും. അടുത്തൊരു ഓഫറാണ് നമുക്കവിടെ കാണാൻ സാധിക്കും. നമുക്ക് ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്യുവാണെങ്കിൽ, അതായത് ഇതുവഴി നമ്മൾ ക്യാഷ് കൊടുത്ത് ഓർഡർ ചെയ്യുവാണെങ്കിൽ 10% ക്യാഷ് ബാക്ക് 100% അവർ ഷുഗർ കൊടുക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ഒരു 1000 രൂപയുടെ ഒരു പ്രോഡക്റ്റ് നമ്മൾ ഓർഡർ ചെയ്യുന്നെങ്കിൽ 100 രൂപ നമുക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് കിട്ടുമെന്നാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ മിന്ത്രയുണ്ട്, ഷോപ്സി ഉണ്ട്, അങ്ങനെ കുറച്ച് ആപ്ലിക്കേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്തുള്ള ഓഫർ സെക്ഷനും കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ കുറച്ച് പൈസ അയച്ചു കൊടുത്താൽ മാത്രം മതി. നിങ്ങൾ എന്താണെങ്കിലും കടയിലൊക്കെ പോയി അത് ഇതൊക്കെ വാങ്ങുന്ന സമയത്ത് നിങ്ങൾ UPI പേയ്മെൻ്റ് ആയിരിക്കും മാക്സിമം എല്ലാവരും തന്നെ ചെയ്യുന്നത്. സോ നിങ്ങൾ പേടിഎം ഒന്ന് യൂസ് ചെയ്യാണ്ട് ഈ ഒരു ആപ്ലിക്കേഷൻ വഴി യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കൊടുക്കുന്നതിന് ചെറിയൊരു എമൗണ്ട് നമുക്ക് ബാക്കായിട്ട് കിട്ടും. അവിടെ നമുക്ക് ടാപ്പ് ടു സ്കാൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് സ്കാൻ ചെയ്ത് കൊടുത്താൽ മതി. പക്ഷെ നമ്മൾ കൊടുക്കുന്ന ആൾ മെർച്ചൻ്റ് ആയിരിക്കണം. അതായത് നമ്മുടെ ഷോപ്പിലൊക്കെ ഇരിക്കുന്ന QR കോഡിലേക്ക് ആയിരിക്കണം നമ്മൾ ഷെയർ ചെയ്യുന്നത്. ഞാനിപ്പോൾ ജസ്റ്റ് ഷെയർ ചെയ്ത് കാണിച്ചു തരാം. ഇത്ര അയക്കണമെന്നൊന്നുമില്ല, എത്ര അയക്കുന്നു അതിന് 5% കറക്റ്റായിട്ട് ഇപ്പോൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ചില സമയത്ത് അവർ 4 രൂപ 5 രൂപ തന്ന് പറ്റിക്കും. പക്ഷേ എനിക്ക് ഏതായാലും ഞാനിപ്പോൾ 20 രൂപയാണ് കൊടുത്തത്. എനിക്കവിടെ കാണാൻ സാധിക്കും അതിൻ്റെ 10% ആയ 1 രൂപ നമുക്കവിടെ ക്യാഷ് ബാക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പം തന്നെ വിഡ്രോയും ചെയ്യാം. പണ്ടൊക്കെ, അതായത് ഇന്നലെ വരെ മിനിമം റെഡീം 100 രൂപയായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ തൊട്ട്, അതായത് മിനിമം റെഡീം എന്ന് പറഞ്ഞാൽ 1 റുപ്പീസാണ്. അവിടെ സ്വൈപ്പ് ടു റെഡീം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ചെയ്ത് വിടുക. അപ്പം തന്നെ നമ്മുടെ ലിങ്ക് ചെയ്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടിലേക്ക് 1 രൂപ ഇൻസ്റ്റൻ്റ് ആയിട്ട് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. സംഭവം ഇത്രേ ഉള്ളൂ. ഓക്കെ, വളരെ സിമ്പിളാണ്. പിന്നെ എപ്പോൾ ഇവർ മിനിമം റെഡീം 100 ആക്കുമെന്നൊന്നും അറിയാൻ മേല. ഇപ്പം ഏതായാലും 1 രൂപയാണ് മിനിമം റെഡീം. അതേപോലെ തന്നെ നമ്മൾ കൊടുക്കുന്നതിൻ്റെ കറക്റ്റ് 5% നമുക്ക് ക്യാഷ് ബാക്ക് തരുന്നുണ്ട്. ഇപ്പം നിങ്ങളൊരു 1000 രൂപയൊക്കെ അയക്കുവാണെങ്കിൽ നിങ്ങൾക്കൊരു 50 രൂപ കറക്റ്റ് ക്യാഷ് ബാക്ക് കിട്ടുന്നതായിരിക്കും. അത് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇത്രേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾ യൂസൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഓർഡറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതുവഴി ചെയ്യുക. 1000 രൂപയൊക്കെ നിങ്ങൾ പൊടിക്കുന്ന സമയത്ത് ഒരു 100 രൂപ ക്യാഷ് ബാക്ക് കിട്ടിയാൽ എന്താ സുഖമല്ലേ? അപ്പോൾ കുറേ പേര് ഇപ്പോൾ കമൻറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും 500 കൊടുത്തിട്ട് 2 വാങ്ങണമെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ ഞാൻ പറയുന്നത് കേൾക്കുക, നിങ്ങൾ എന്താണെങ്കിലും ദിവസം കുറേ നിങ്ങൾ ട്രാൻസാക്ഷൻ ചെയ്യുന്നുണ്ട്, മെർച്ചൻ്റ് ട്രാൻസാക്ഷൻ. അപ്പോൾ അത് നിങ്ങൾ പേടിഎം യൂസ് ചെയ്യുന്ന വഴി നിങ്ങൾക്ക് നഷ്ടമല്ലാണ്ട് ലാഭം ഉണ്ടാവുന്നില്ല. പക്ഷേ ഇതിൻ്റെ അന്ന് നിങ്ങൾക്കൊരു ചിലപ്പോൾ ഒരു 500 രൂപ കൊടുക്കുകയാണെങ്കിൽ ഒരു 5 രൂപ 10 രൂപയൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ക്യാഷ് ബാക്ക് ആയിട്ട്. അത് നമുക്ക് അന്നേരം വിഡ്രോ ചെയ്യാൻ സാധിക്കും. സോ
സോ നിങ്ങൾ ചിന്തിച്ചു നോക്കുക. വലിയ ലോജിക്ക് ഉണ്ടോ എന്ന് വെച്ചാൽ വലിയ ലോജിക്കൊന്നുമില്ല. പക്ഷെ നിങ്ങൾ എത്രത്തോളം പേയ്മെൻറ്റ് ചെയ്യുന്നോ അത്രത്തോളം കിട്ടും എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ദിവസേന നമ്മൾ ചെയ്യുന്ന ആദ്യത്തെ 5 പേയ്മെന്റിന് മാത്രമേ ഈ ഓഫർ അവൈലബിൾ ആയിട്ടുള്ളൂ. 5 തവണ നമുക്ക് ഇങ്ങനെ ട്രാൻസാക്ഷൻ ചെയ്യാം, നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടും. 6ാമത്തെ തവണ 7ാമത്തെ തവണയൊന്നും കിട്ടുന്നില്ല. സോ നിങ്ങൾ ഡെയിലി ഒരു 5 തവണയൊക്കെ നിങ്ങൾ ഒരു നല്ലൊരു എമൗണ്ട് നിങ്ങൾ എന്താ പറയുക ക്ലെയിം ചെയ്യുവാണെങ്കിൽ, നിങ്ങൾ അവിടെ ഇങ്ങോട്ട് സെൻഡ് ആക്കി കൊടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു എമൗണ്ട് കിട്ടുന്നതായിരിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സിൽ കാണും കുറേ പേർക്ക്. ഞാനിപ്പോൾ അവിടെ പ്രൂഫ് അവിടെ ഞാൻ കാണിച്ചു തരുന്നത്, ഞാൻ പറയുന്നത് വേറെയാണ്. നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ എന്താ പറയുക മെർച്ചൻ്റ് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉള്ളവർ കുറേ പേര് കാണും. അപ്പോൾ അവരിലേക്ക് നൈസായിട്ട് ഒരു 1000 രൂപ 2000 രൂപ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അവരോട് ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ പറയുക. അവരും അതായത് നമ്മൾ അയച്ചു കൊടുക്കുമ്പോൾ നമുക്കൊരു പ്രോഫിറ്റ് കിട്ടും, അവരത് തിരിച്ചയക്കുമ്പോൾ അവർക്കും ഒരു പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, അങ്ങനെ നിങ്ങൾ ചിന്തിക്കുക. അപ്പോൾ ആദ്യത്തെ ഞാൻ പറഞ്ഞല്ലോ 5 ഇതിന് മാത്രമേ കിട്ടുള്ളൂ. ആദ്യത്തെ 5 പേയ്മെന്റിന് മാത്രമേ കിട്ടുകയുള്ളൂ, എല്ലാത്തിനൊന്നും കിട്ടുമെന്ന് വിചാരിക്കരുത്. അപ്പോൾ ഈ 5 പേയ്മെന്റിന് തന്നെ നമുക്ക് ഏകദേശം 50-100 രൂപ റേഞ്ച് നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കും. ഒരു ഡൗട്ടും വേണ്ട അതിന്. ഇനി നിങ്ങൾക്ക് അതിന്റെ പ്രൂഫ് വേണമെങ്കിൽ ഞാൻ വേറൊരു ഷോർട്ട് വീഡിയോ ആക്കി ഞാൻ ചെയ്യാം. കാരണം ഇന്നിപ്പോൾ ഏതാണ് ഞാൻ ഒത്തിരി ട്രാൻസാക്ഷൻ ചെയ്യുന്നില്ല. നാളത്തെ ഞാൻ മാക്സിമം ട്രാൻസാക്ഷൻ ചെയ്ത് അതിന്റെ പ്രൂഫ് ഞാൻ കാണിച്ചു തരാം. ഇനി ആൾക്കാർക്ക് വിശ്വാസം വരുന്നില്ലെങ്കിൽ ഞാനിപ്പോൾ 2-3 തവണ ഞാനിപ്പോൾ തന്നെ ഈ വീഡിയോയിലൂടെ തന്നെ വിഡ്രോ ചെയ്ത് കാണിച്ചിട്ടുമുണ്ട്. എത്ര തവണയും വിഡ്രോ ചെയ്യാം, മിനിമം റെഡീം ഒന്നേ ഉള്ളൂ. മാക്സിമം യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ. വേറെ എനിക്ക് ഡിസഡ്വാൻറ്റേജ് ഒന്നും പറയാൻ ഈ ആപ്ലിക്കേഷൻ ഇല്ല. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഇറ്റ്സ് മീ പ്രവീൺ സൈനിങ് ഔട്ട്. ബൈ.